കറി എന്ത് വെക്കും എന്നുള്ളത് നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്നൊരു ചോദ്യമാണ് ഇല്ലേ? നമ്മൾ ചില ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യും, ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഒപ്പിക്കും. ഉച്ചയ്ക്ക് ഭർത്താവ് ഊണ് കഴിക്കാൻ വരുമ്പോഴോ രാവിലെ കുട്ടികൾക്ക് ചോറ് കെട്ടിക്കൊടുത്ത് വിടുമ്പോഴോ നമ്മൾ പ്ലാനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആ ദിവസം ഭയങ്കര മോശമാവും അല്ലേ? അപ്പോൾ ദാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് മീൽസ് വിഭവങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയുക ഊണ് വിഭവങ്ങളുടെ കുറച്ച് റെസിപ്പികളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ദാ ഞാൻ ആദ്യത്തെ ദിവസം പ്രിപ്പയർ ചെയ്ത നമ്മുടെ വളരെ എളുപ്പത്തിലും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇപ്പം നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര പണി, കുറേ നേരം തേങ്ങ ഒതുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണെങ്കിലും അതേപോലെ നമ്മൾ കുറേ സമയം, അപ്പോൾ അതൊരു 10 മിനിറ്റ് കൊണ്ട് എടുക്കുമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ കറി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ടിപ്പാണ് നമുക്കിതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഊണിൻ്റെ ഒരു വിഭവങ്ങളുടെ ഒരു മെനു നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് റെസിപ്പി പ്രിപ്പയർ ചെയ്തെന്ന് നോക്കാം. ഏത് പച്ചക്കറി ആണെങ്കിലും നമ്മൾ എടുക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ആപ്പിൾ സിഡർ വിനിഗറിലോ അല്ലെങ്കിൽ സാധാരണ വിനിഗറിലോ ഒന്ന് കഴുകിയെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ഉപ്പോ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടോ വെള്ളത്തിലോ ഒന്ന് കഴുകിയെടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, ബീൻസ്, ക്യാരറ്റ് ഉണ്ട്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചാറ് കറിയും ഒരു തോരനും ഒരു നോൺ വെജും ആണ്. അപ്പോൾ അതാ ചാറ് കറിക്ക് വേണ്ടി തക്കാളി ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും വേപ്പിലയും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒരു കുഞ്ഞു ചട്ടിയിൽ അവിടെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്ത കറിക്കുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ബീൻസും ക്യാരറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ബീൻസ് നമുക്ക് ചോപ്പറിലിട്ട് അരിയാൻ പറ്റില്ല. വളരെ വേഗത്തിൽ നമുക്ക് അടുക്കളയിലെ പണി തീർക്കണമെങ്കിൽ ഇതേപോലുള്ള കുഞ്ഞു സഹായികൾ നമുക്ക് വേണം. എത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പണി തീർത്ത് പോകാനാണെങ്കിൽ കുക്കർ, അതേപോലെ തന്നെ ചോപ്പർ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പീലർ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മിക്സി പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഹെൽപ്പറാണല്ലോ. മിക്സിയിലേക്ക് ഇതാ നമ്മുടെ ചാറിന് വേണ്ടി കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. അതൊന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നൊരു മോര് കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരാം. ആ നേരം കൊണ്ട് നമ്മുടെ തക്കാളി അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് കാച്ചി ഇടാൻ വേണ്ടി സാധാരണ കാച്ചുന്ന പോലെയല്ല, കുറച്ച് ഉള്ളി ഇടുക. അതിൻ്റെ പുറകെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. സാധാരണ പിന്നെ ചെയ്യുന്ന പോലെ തന്നെ വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർക്കുക. ഉലുവ ഇടാൻ മറക്കരുത് കേട്ടോ. ഉലുവ ആദ്യം ഇടാത്തത്, ഉലുവ ആദ്യമേ ഇട്ട് കരിഞ്ഞ് വെറുതെ ഇങ്ങനെ കറുത്ത കളറായിട്ട് കിടക്കും. ബാക്കി വേപ്പിലയും ഉണക്കമുളകും ചേർത്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കായത്തിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തൈര് അടിച്ച് വെച്ചിട്ടില്ലേ, അത് ആ ചാറിലേക്ക് ഒഴിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, കാച്ചി വെച്ചിട്ടുള്ള കൂട്ടി ഇട്ട് കൊടുക്കുക. തേങ്ങ അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാറ് കറിയാണ്. തക്കാളി ഭയങ്കര പുളിയുള്ള തക്കാളി എടുക്കരുത്, ഒരു മീഡിയം പുളിയുള്ള തക്കാളി എടുക്കുക. അപ്പോൾ നമ്മുടെ ചാറ് കറി റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഒരു തോരനാണ്. നമുക്കിവിടെ തോരനുള്ളത് ബീൻസും ക്യാരറ്റും ആണല്ലോ. അത് കുറച്ച് ഉപ്പും മഞ്ഞളും പച്ചമുളകും വേപ്പിലയും കുറച്ച് കൈവെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. തോരന് വേണ്ടിയുള്ള തേങ്ങയൊക്കെ ചിരണ്ടുന്ന നേരം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. നമ്മൾ ആ തേങ്ങ അതിലേക്ക് നേരെ മിക്സ് ചെയ്യുക. വേറെ ഒരു പണിയില്ല, നേരെ അത് മിക്സ് ചെയ്യുക. ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ ഒരു നോൺ വെജ് വിഭവം കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് അവിടെ കണ്ടത്. ഏറ്റവും അവസാനം നമ്മളിതാ ഈ തോരനിലേക്ക് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകും കൂടി കാച്ചിയിടുക. ഉള്ളിയും പച്ചമുളകും അല്ല, ഉള്ളിയും വറ്റൽമുളകും കൂടി കാച്ചിയിടുക. അപ്പോൾ നമ്മുടെ തോരന് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നോൺ വെജിനുള്ളതാണ്. നമ്മൾ അതിലേക്ക് സവാള, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇത്രയും സംഗതികൾ ചേർത്ത് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യുക. നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേനും നമ്മുടെ മസാലകളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനത് തലേ ദിവസം എടുത്തു വെച്ച് കുറച്ച് ബീഫ് വേവിച്ചതാണ്. അതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അതൊന്ന് കുക്കാവാനുള്ള സമയം കൊടുക്കുക, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ. അതിനുശേഷം എന്താ മുകളിൽ കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കുക, ക്ലോസ് ചെയ്ത് വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ടാവും. ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് കറി എന്നൊക്കെ പറയാം. അപ്പോൾ ദാ തോരൻ, ചാറുകറി, ഒരു നോൺ വെജ്, ഇത്രയായിട്ട് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ഊണിൻ്റെ മെനുവാണ്. ഇതിപ്പോൾ ദാ നമുക്ക് രണ്ടാമത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറി, ഒരു മെഴുക്ക് പുരട്ടി.
അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഒരു വറുവലും കൂടി ഉണ്ട് കേട്ടോ. വറുവൽ കുറച്ച് സ്പെഷ്യലാണ്. വറുവൽ മീൻസ് നമ്മളിങ്ങനെ എണ്ണയിൽ വറുത്ത് കോരില്ലേ, അതിനെയാണ്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഇതാ ഇവിടെ പ്രാഞ്ഞിലെന്ന് പറയുന്ന മീനാണ്, അതൊക്കെ വെട്ടി ക്ലീൻ ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ചോറ് അവിടെ ആ വെള്ളം പോകാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കറികളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും എന്താ മീനൊക്കെ കഴുകി ക്ലീൻ ആക്കി അവിടെ മാറ്റി വെക്കുക. മീൻ കറി ഇതിലും എളുപ്പത്തിൽ വെക്കാനാവില്ല കേട്ടോ. ദാ റെസിപ്പി പറയാം. പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയുള്ളിയാണ് മീൻകറിക്ക് ബെസ്റ്റ്, സൂപ്പർ. അതാണ് അധികം ആവരുത്, കറി മതിച്ചു പോവും. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടുക, പിന്നെ അതിലേക്ക് കുറച്ച് ഒരു തണ്ട് വേപ്പില ഇടുക. വേപ്പിലേക്ക് നല്ല ഫ്രഷ്നെസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. വാടിയ വേപ്പിലേക്ക് മാക്സിമം മീൻകറിയിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതേ ഉള്ളെങ്കിൽ അത് ഇടുപ്പം എന്താ ചെയ്യുക അല്ലേ. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ചേർക്കുക. ഒരു നല്ല പഴുത്ത തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഉടയുന്ന വരേക്കും അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. നിങ്ങൾക്ക് അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ വേവിക്കാം, അല്ലെങ്കിൽ തുറന്നു വെച്ചാലും കുഴപ്പമില്ല. മൺചട്ടിയിലായതുകൊണ്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ആ മസാലയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഒരു കുഞ്ഞു കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് പയ്യെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിൽ കുക്കാവട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് മെഴുക്ക് പുരട്ടിക്കുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളിതാ ചോപ്പറിലേക്ക് ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മീൻകറി അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കടുക് പൊട്ടിക്കുക, എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് വേപ്പിലയും കൂടി മിക്സ് ചെയ്യുക. അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സെക്കൻഡിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി അവിടെ ഇരുന്ന് വേഗം. ഇവിടെ ദാ മീനിൽ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് കട്ടിപ്പാലായി നമ്മുടെ ആദ്യത്തെ പാലില്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഉടനെ ഓഫ് ചെയ്യുക. സൂപ്പറായിട്ട് വളരെ വേഗത്തിൽ വെക്കാൻ പറ്റുന്നൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻകറിയും മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ചേന ഒന്ന് ഒരു സൈഡായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേന ചില ചേനയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവും, നമ്മൾ കഴിക്കുമ്പോൾ ചൊറിയും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞളും പുളിയും ചേർന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് ശേഷം അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു 5 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. കണ്ടു കഴിഞ്ഞാൽ പപ്പടം വറുത്തതുപോലെയൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ, മുളക് പപ്പടം വറുത്തതുപോലെ. പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ്. ഞാനപ്പോൾ സൈഡായിട്ട് കുറച്ച് തൈരിൽ കൊണ്ടാട്ട മുളകും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ 2ാം ദിവസത്തെ ഊണിൻ്റെ ആ ഒരു വിഭവങ്ങളുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ അന്നമോളാണ്. അന്നമോൾക്ക് ഏറ്റവും ഇഷ്ടം ഇതാ ചേനയുടെ വറുവലാണ് കേട്ടോ. അപ്പോൾ അവളിതാ ഊണ് കഴിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് 2ാമത്തെ ദിവസത്തെ. അതുപോലെ തന്നെ 3ാമത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് രസം, പിന്നെ ഒരു മീൻ വറുത്തത്. അതായത് നമ്മൾ തലേ ദിവസം മലയാളികൾ മിക്കവരും ചെയ്യുന്നതാണ്. മീൻകറി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 2-3 കഷ്ണം എടുത്ത് നമ്മൾ വറുക്കാൻ വേണ്ടി വെക്കും ഇല്ലേ, അതുപോലെ വെച്ചിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ രസം പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഒരു കഷ്ണം ചുവന്നുള്ളി, 1-2 കഷ്ണം ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ആ നേരം കൊണ്ട് അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് അവിടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് പറ്റുന്ന മറ്റൊരു മെത്തേഡാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്കയും അതുപോലെ തന്നെ സവാളയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ മഞ്ഞളും മുളക് പൊടി ഇട്ടോളൂ. പിന്നെ അത് അടച്ചു വെച്ചേക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. വളരെ പെട്ടെന്ന് നമ്മൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വെച്ചതുപോലെ തന്നെ അത് നമ്മൾ മസാല മൊരിയിച്ചിട്ടാണ്, പക്ഷെ നമ്മൾ പച്ചക്കറിയുടെ കൂടെ ഇട്ടിട്ടാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് മഞ്ഞളും മുളകും ചേർത്തിട്ട്
നമ്മുടെ രസത്തിനുള്ള കാര്യങ്ങൾ മൊരിയിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊന്ന് തൂവി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ രസവും മെഴുക്ക് പുരട്ടിയും അവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആവുന്നുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തലേ ദിവസത്തെ മീനിൽ നിന്ന് 2 എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സൈഡായിട്ട് വറുത്തതാ അരികത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചാറുകറിയും ഒരു മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ ഒരു മീൻ വറുത്തതും സൂപ്പർ അല്ലേ? ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയാണ്, അല്ലെങ്കിൽ മീൽസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു ബിരിയാണിയാണ്, എഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സോ വീട്ടിലെ ആൾക്കാരുടെ അളവനുസരിച്ച് എണ്ണ അനുസരിച്ച് അളന്ന് നമ്മൾ അരി വെള്ളത്തിലിട്ടേക്കുക. മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പറേഷനാണ്. കുരുമുളകും വലിയ ജീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം സവാള, പച്ചമുളക്, ചെറിയുള്ളി, വേപ്പില, ഇത്രയും സംഗതികൾ ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ടു വരുന്ന നേരം നമുക്ക് ഇപ്പുറത്തെ ബിരിയാണിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഞാനിവിടെ ഡാൽഡയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റൈസ് പ്രിപ്പറേഷനാണ്. ബിരിയാണി എന്നുള്ള വലിയ പേരൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ നമ്മുടെ ഡാൽഡ അതിലൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, കറയാമ്പു, ഏലക്ക, ഇത്രയും സംഗതികൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. ഇവിടെ നമ്മുടെ മുട്ടയുടെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സംഗതികൾ ചേർത്ത ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇടുക. തക്കാളിയും കൂടി ഇട്ട ശേഷം വഴറ്റുക. അതൊന്ന് വെന്ത് വരാൻ നമുക്ക് അടച്ചു വയ്ക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ ഇവിടെ തയ്യാറാക്കാൻ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇടുക. ഇവിടെ എൻ്റെ അരിയുടെയും വെള്ളത്തിൻ്റെ ഒരു കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരി നകന്ന് നിൽക്കുന്ന പാകത്തിനാണ് ഞാൻ വെള്ളം ഒഴിക്കുക. അപ്പോൾ അതാ അവിടെ ഒരൊറ്റ വിസിൽ മാത്രം മതി. ഇവിടെ നമ്മുടെ മുട്ട മസാലയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ട ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാ നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞു തട്ടിക്കൂട്ട് എഗ് ബിരിയാണിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഗാർണിഷ് ചെയ്യാം കേട്ടോ. കുറച്ച് സവാളയൊക്കെ വറുത്തിടുകയോ കുറച്ച് പൈനാപ്പിളൊക്കെ അരിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. അഥവാ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്